വീടിൻ്റെ വരാന്തയിലെ കാഴ്ചകളും ആ ഒരു കർണാടക സംഗീതം എല്ലാം കേട്ടിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ഒരു വീടിന് നമ്മൾ സാധാരണ ഒരു വീടിൻ്റെ ഡോറൊക്കെ തുറക്കുമ്പോൾ ഇച്ചിരി റഫൊക്കെ ഉണ്ടാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴുക്കാണ്, കയ്യിൽ പിടിച്ച് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡോറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അടിപൊളിയാട്ടോ. ഉള്ളിലേക്ക് വാ. നമുക്കിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വശങ്ങളിലൂടെ പോവാം. നമുക്ക് നേരെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാ റൂമാണ്. പൂജാ റൂമിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ ഈ വീടിൻ്റെ വശങ്ങളിലേക്ക് വരാം. നമ്മൾ ഈ പറഞ്ഞ പോലെ പുറത്തുള്ളതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ഇവിടെ ഒരുപാട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഫ്ലോർ ചെയ്തിരിക്കുന്നത് റെഡ് ഗ്രാനൈറ്റാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മരം, അതേപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള വൈറ്റ് കേർട്ടനാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഭിത്തിയാണെങ്കിലും പെയിൻ്റ് ആണെങ്കിലും ഈ ഒരു ഇതിനോട് ഇഴകി ചേരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ശില്പം എല്ലാ ഭാഗങ്ങളും വെച്ചിട്ടുണ്ട്. അത് ഇവിടെയുണ്ട്, അത് നേരെ ഓപ്പോസിറ്റുണ്ട്. നമുക്കിവിടെ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ്. ആനയുടെ ശില്പങ്ങളാണ് മേലെ കൊത്തിയിരിക്കുന്നത്. ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, മരം കൊണ്ടുള്ള ബോർഡറാണ് വരുന്നത്. അത് എൻ്റെ ഈ വീട്ടിലെല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. നമ്മൾ മേലെ സൈഡ് മച്ച്, പണ്ടത്തെ കാലത്ത് മച്ച് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമ്മളുടെ മരം കൊണ്ട് തന്നെ ആനയുടെ ശില്പവും അതേപോലെ തന്നെ ഫ്ലവറും നമ്മളുടെ ആ ഒരു തൂക്കിയിട്ടിരിക്കുന്ന ഒരുപാട് ശില്പങ്ങളും വാം ലൈറ്റും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സെൻട്രലൈസർ AC ആയിട്ടുള്ള ഒരു നമ്മളുടെ ഈ ഒരു കടന്ന് വീടിൻ്റെ നമ്മളുടെ ഹാളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ ഇതിനകത്തായിട്ട് ഒരു ആനയുടെ ശില്പം നേരെ ഈ നമ്മൾ വീടിൻ്റെ പൂജാറൂമിൽ പുറത്തേക്ക് നോക്കുന്ന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാനെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ ഈ ഒരു മരത്തിൻ്റെ ആ ഒരു മാച്ചിങ് കിട്ടുന്ന രീതിയിലാണ് ഓരോരോ ഭാഗങ്ങളും നിർമ്മിക്കുമ്പോൾ നോക്കിയിരിക്കുന്നത്. 2 മാലാഖമാർ മേലെയുണ്ട്, മരത്തിൽ തീർത്തിട്ടുണ്ട്. നേരെ വരുന്ന സമയത്ത് ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഡോറിൽ നല്ല ഗതയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഫ്രണ്ട് കണ്ട മരത്തിൻ്റെ കല്ലിൻ്റെ അതിൻ്റെ പകരത്തിലുള്ള മരത്തിൻ്റെ ഗതയെല്ലാം കുത്തിയിട്ടുണ്ട്. നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു മരത്തിൻ്റെ ശില്പങ്ങൾ കൂടിയ ഡോറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പൂജാ റൂമാണ് വരുന്നത്. പൂജാ റൂമിൽ ഫ്രണ്ടിൽ 2 നിലവിളക്കുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ ഭഗവാന്റെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിലത്ത് ഗ്രാനൈറ്റും അതേപോലെ തന്നെ ഭിത്തിയിൽ നമ്മുടെ പ്രൈം സ്റ്റോണിൻ്റെ ക്ലാഡിങ് ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പൂജാ റൂം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്തും ഇതേപോലെ തന്നെ മരത്തിൻ്റെയും കോമ്പിനേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 മരത്തിൻ്റെ മണികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ആനയുടെ ശില്പങ്ങൾ, അവിടുന്ന് വശങ്ങളിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഗദ മരത്തിൽ തന്നെ കൊത്തുപണി തീർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ ഇതിൻ്റെ മേലോട്ട് കയറുന്ന ഇതാണ്. ഈ സൈഡിലൂടെയാണ് നമ്മുടെ ഈ സ്റ്റെപ്പ് വരുന്നത്. നേരെ കയറി പോകുന്ന സ്ഥലത്ത് നമുക്കിതേപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓടിൻ്റെ ശില്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ മേലേക്ക് ഈ നമ്മുടെ മണിച്ചിത്രത്താഴിനൊക്കെ അനുസ്മരിക്കുന്ന രീതിയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ശ്രീ ശങ്കരാചാര്യയുടെ ഒരു ശില്പവും മാനും എല്ലാം മരത്തിൽ കുത്തി തീർത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറി വരുമ്പം ഇതിനകത്തേക്ക് ഇവിടെ കൊത്തുപണികൾ കൊണ്ട്, ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ നമ്മുടെ മരത്തിൻ്റെ തന്നെ സ്റ്റെയർകേസാണ്, കോണിയാണ് വരുന്നത് കോണിപ്പടികൾ വരുന്നത്. മരത്തിൻ്റെ ഈ ബോർഡർ വരുന്നുണ്ട്. ഇവിടുന്ന് കയറി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ നല്ലൊരു ശില്പം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശിവാജിയുടെ ഒരു ശില്പം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ മരത്തിൽ തീർത്ത ഒരു വീട് തന്നെയാണ് ഈ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.